പക്ഷേ ഈ വർണ്ണവെറിക്ക് എന്താണ് പരിഹാരമെന്ന് ഒരാൾ ചോദിച്ചു. അപ്പോൾ ഒരു വിദഗ്ധൻ പറഞ്ഞാണ്, ആ പേര് ഞാൻ പറഞ്ഞു ആരാണെന്നുള്ളത്. അദ്ദേഹം ആ വർണ്ണവെറിക്ക് അല്ലെങ്കിൽ റേസിസത്തിന് എന്താണ് പരിഹാരം, ഇതെങ്ങനെ ഇത് അവസാനിപ്പിക്കാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ലെറ്റ്സ് മേറ്റ് ഈച്ച് അതർ അണ്ടിൽ വി ആർ ബ്രൗൺ എന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് ഇണചേരാം, നമ്മൾ ബ്രൗൺ ആകുന്നത് വരെ. നമ്മുടെ നിറം, എല്ലാവരുടെയും നിറം ബ്രൗൺ, വൈറ്റും ബ്ലാക്കും അല്ലാതെ ബ്രൗൺ ആകുന്നത്, അങ്ങനെയാണ് ഇതിന് പരിഹാരം, അല്ലാതെ പരിഹാരം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഇതിപ്പോൾ ഞാൻ വീണ്ടും ഓർക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആൻഡമാനിലെ ദ്വീപുണ്ടല്ലോ, കൊടൂരമായിട്ടുള്ള ആ ഒരു പ്രശ്നമുള്ള ബ്രിട്ടീഷുകാർ കാലാപാനി ജയിലുള്ള ആ ഒരു, നമ്മൾ കാലാപാനി സിനിമയിലും മറ്റും കണ്ടിട്ടുണ്ട്. അത് അവരുടെ ആ ക്രൂരതകളും മറ്റും. ഈ സവർക്കറുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത് വീണ്ടും ആ ദ്വീപിനെ പറ്റിയും ആ ജയിലിനെ പറ്റിയൊക്കെ ചർച്ചകൾ വന്നിരുന്നു. അപ്പോൾ അവിടെ എപ്പോഴും ഈ ഇരുണ്ട ചരിത്രമാണ് കേട്ടുള്ളത്. പക്ഷേ ആ ഇരുണ്ട ചരിത്രത്തിനിടയ്ക്കും നമുക്ക് ഒരു ആശ്വാസം തരുന്ന, അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക, ഒരു പനിനീർ തുള്ളി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു പ്രണയത്തിൻ്റെ കുളിർമ തരുന്ന ആ ഒരു അനുഭവം കൂടെ അവിടെ കേട്ടിട്ടുണ്ട്. അതായത് അവിടെ പ്രേം നഗർ, ഷാദിപൂർ, ഇങ്ങനെ 2 സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഇവർ തമ്മിൽ വിവാഹം കഴിക്കാനും ജയിൽ പുള്ളികൾ തമ്മിൽ വിവാഹം കഴിക്കാനും പ്രണയിക്കാനും ഒക്കെ ഉള്ള അങ്ങനെയുള്ള കഥകൾ കേൾക്കുന്നു. അവരുടെ ഈ തലമുറകൾ തന്നെ ഇങ്ങനെ ജാതി ഏത് മതമേതെന്നറിയാതെ ഇടകലർന്ന് അവസാനം അങ്ങനെ ഒരു തലമുറ തന്നെ ഇവിടെ ഉണ്ടായി വന്നു. ഇപ്പോഴും അവരുടെ പിന്മുറക്കാരുണ്ടെന്നൊക്കെ കേൾക്കുന്നു. എന്താണ് പക്ഷേ അതിനെ പറ്റിയുള്ളത്? അതെ, എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ തടവറ കഥകൾക്കിടയിൽ ഏറ്റവും മനോഹരമായൊരു പ്രണയത്തിൻ്റെ ഒരു ചാപ്റ്ററാണത്. അത് ഒരു വിഖ്യാതനായ ഹിസ്റ്റോറിയനാണ് ഡോക്ടർ പ്രമോദ് കുമാർ. അദ്ദേഹമാണത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പുസ്തകം. ഇതാണ് അന്തമാൻ്റെ ഒരു കഥയാണ്. ഈ അന്തമാൻ്റെ ഒരു പ്രത്യേകത, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ആ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി ഏതൊക്കെ രാജ്യത്ത് ആരൊക്കെ പൊരുതിയാലും കൊണ്ടുപോയി നാട് കടത്തി പാർപ്പിക്കാവുന്ന ജയിലാണ് അന്തമാൻ. അന്തമാൻ തന്നെ ഒരു തുറന്ന ജയിലായിരുന്നു അന്ന്. ആരും ഇല്ലാത്ത ഒരു ഭൂപ്രദേശത്ത് ആളുകളെ കൊണ്ടുപോയി തള്ളുകയാണ്. എന്നിട്ട് അതിലേറ്റവും കടവരന്മാരെ ചങ്ങലക്കെട്ട് പാർപ്പിക്കുന്ന കടുത്ത സെല്ലുലാർ ജയിലാണ്. അതിനാണ് നമ്മൾ കാലാപാനി എന്ന് പറയുക. പക്ഷെ കാലാപാനി സിനിമയിൽ പോലും നമുക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ കാണാമായിരുന്ന, ഒരു പക്ഷേ അറിയാത്തതുകൊണ്ടാവാം, കാണാമായിരുന്ന ഒരു സീനാണ് ഈ പ്രണയത്തിൻ്റെ ഒരു ലോകം. അത് അത്ഭുതകരമാണ്. 1857 ഇന്ത്യയിലെ 1ാം സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്വഭാവം അറിയാലോ. അത് ആ സമരത്തെ തുടർന്നാണ് സവർക്കറൊക്കെ അവിടെ പോകുന്നത്. 1911 സവർക്കർ ചെല്ലുന്നത്. അപ്പോൾ അതിനു മുമ്പ് 1857 തൊട്ടുള്ള കലാപകാരികൾ ആലോചിച്ച് നോക്കൂ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം, 90-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രിട്ടീഷ് വിരുദ്ധ പോരാളികളെ മുഴുവനും കൊണ്ടുവരികയാണ്. എല്ലാ രാജ്യത്തു നിന്നുണ്ട്, എല്ലാ വൻകരകളിൽ നിന്ന്, എല്ലാ ദേശക്കാരും, എല്ലാ വർണ്ണങ്ങളും, എല്ലാ ഭാഷക്കാരും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വരുന്നവരുടെ പ്രത്യേകത എന്താ? അവർ മിക്കവാറും ചെറുപ്പക്കാരാണ്. കാരണം സാമ്രാജ്യത്വത്തിനെതിരെ കലാപം കൂട്ടുന്നത് മിക്കവാറും വിപ്ലവകാരികളായിരിക്കും. അവർക്ക് ചെറുപ്പക്കാർ, ആണുമാണ് പെണ്ണുമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ റാണി ലക്ഷ്മിബായി ആയിരുന്നു, താന്തിയ തോപ്പി, അങ്ങനെയുള്ള പോരാളികൾ, ബഹദൂർ ഷാ സഫറിനെ പോലുള്ള ചക്രവർത്തിമാർ, ഇവർക്കൊക്കെ തന്നെ പോരാളികൾ. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ തന്നെ ആളുകളെ, ഈ പോരാളികളെ കൊണ്ടുപോയി അന്തമാനിലേക്ക് നാട് കടത്തിയിട്ടുണ്ട്, സെല്ലുലാർ ജയിലിൽ അടച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്രിട്ടനെതിരായിട്ട് അന്ന് പൊരുതിയവരാണ് അഫ്ഗാനിസ്ഥാൻ, ഇന്നത്തെ നമ്മുടെ തന്നെ ഭാഗമായിരുന്ന കറാച്ചിയും പാകിസ്ഥാനിലൊക്കെ ഈ അവിടുന്ന് ആളുകൾ പോയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ, അന്ന് തുർക്കി, അന്ന് ബ്രിട്ടനെതിരാണ്, അവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ വന്ന ആളുകളെ മുഴുവനും കൊണ്ടുവന്ന് അടക്കുകയാണ്. അപ്പോൾ അവർക്ക് നീ പറഞ്ഞൊരു ആശയം ഉണ്ടായി. അതായത് ഇവരുടെ വർണ്ണവെറിയും ഇവരുടെ വംശീയതയും ഒക്കെ അവിടെ ചെന്നാൽ തന്നെ അവസാനിക്കും. അതിന്റെ കാരണം ആർക്കാണ് ഈ ആശയം തോന്നുന്നത്? ഏത്? ഈ വർണ്ണവെറി ബ്രിട്ടീഷുകാർക്കാണ്. ബ്രിട്ടീഷ് ആശയമാണ്. നല്ല ടീമിനാണ് ആശയം തോന്നുന്നത്. അതെ, വർണ്ണവെറി ഇല്ലാത്തവര്. അതെ, വർണ്ണവെറി ഇല്ലാത്തവര്. അപ്പോൾ സത്യത്തിൽ ഇവര് അതാണ് അവരുടെ ഉള്ളിലും അവർ കണ്ടെത്തിയൊരു പ്രതിവിധി ആലോചിച്ച് നോക്കൂ. വർണ്ണവെറി ആവശ്യത്തിന് ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടല്ലോ, ബ്രിട്ടനിൽ പോലും ഉണ്ട് പലപ്പോഴും. പക്ഷെ അവരുടെ തടവ് പുള്ളികളോട് പെരുമാറിയത് മറിച്ചാണ് അവരുടെ വംശീയത ഇല്ലാതാക്കുക. അതെന്തിനാണെന്നറിയോ? ഈ പോരാട്ടത്തിനൊക്കെ പലപ്പോഴും പോരാളികൾക്കൊക്കെ തന്നെ വംശീയമായ വികാരങ്ങൾ ഉണ്ടായിരുന്നു. കറുത്തവനും വെളുത്തവനും ഒക്കെ വംശീയമായി കക്ഷി ചേർന്നിട്ട് ബ്രിട്ടീഷുകാർക്കെതിരാണ്. ഇവിടെ ഇസ്ലാമിസ്റ്റുകളും ഹിന്ദു രാഷ്ട്രവാദികളും ഒക്കെ ബ്രിട്ടനെതിരായിരുന്നല്ലോ, എല്ലാവരും പൊരുതിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വംശീയത ഇല്ലാതാക്കലാണ് ഇവരുടെ ആദ്യത്തെ അജണ്ട. അതിനുവേണ്ടി സ്വീകരിച്ച ഏറ്റവും നല്ല മാർഗം, ഒരുപക്ഷെ പോസിറ്റീവായ ഏറ്റവും നല്ല വാർത്ത, നമ്മൾ പലപ്പോഴും കാലാപാനിയെക്കുറിച്ചുമൊക്കെ നടക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇതാണ്. ഈ ജയിലിനകത്ത് വരുന്ന തടവ് പുള്ളികൾക്ക് ഒരു പ്രത്യേക സ്കീം ഉണ്ടാക്കുന്നു. ഒക്കെ ചെറുപ്പക്കാരാണ്. അവരുടെ ഏറ്റവും വലിയ വേദന എന്തായിരിക്കും? ഒരു ഇണയില്ലായ്മയാണ്. അതവർ തിരിച്ചറിയുന്നുണ്ട്. അതേസമയത്ത് ഇവരുടെ ഉള്ളിലെ ഈ വംശീയതയും വിശ്വാസവും ജാതിയും മതവും എത്തിനിസിറ്റിയും ഒക്കെ എവിടെയോ വെച്ച് അലിഞ്ഞു പോയിട്ടുണ്ടാവും. തടവറയിൽ 4 ദിവസം കിടന്നാൽ തീരും അത്.
അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഒരു സ്വയംവര പരേഡ് വെച്ചു. ഒരു സ്കീമാണത്, ബ്രിട്ടീഷ് പദ്ധതിയാണ് സ്വയംവര സ്കീം. സ്വയംവര പരേഡ് എന്താ വെച്ചാൽ മാസത്തിലൊരിക്കലോ അതോ 2 തവണയോ ഒരു പരേഡ് വെക്കുക. എന്നുവെച്ചാൽ അന്ന് എല്ലാവരോടും നല്ല എന്താ പറയുക, കയ്യിൽ ചങ്ങല ഉണ്ടാവും, പക്ഷെ കുളിച്ച് വൃത്തിയായി കുട്ടപ്പന്മാരായി വന്നിട്ട് പുരുഷന്മാർ ചെറുപ്പക്കാർ ഒരു വരി, ഇപ്പുറത്ത് സ്ത്രീകൾ ഒരു വരി. ഈ വരിയിലുള്ള സ്ത്രീകൾ ഇങ്ങനെ മൂവ് ചെയ്യും. സ്വയംവരം ഓർമ്മയില്ലേ, പഴയ രാജകൊട്ടാരത്തിലൊക്കെ രാജകുമാരിമാർക്ക് ലോകമെങ്ങുമുള്ള രാജകുമാരന്മാരെ കൊണ്ടുവന്ന് നിരത്തിയിരുത്തിയിട്ട് അവർക്ക് പലതരം മത്സരങ്ങൾ, പലതരം മത്സരങ്ങൾ നടത്തും. രാജകുമാരി ഇങ്ങനെ കാഴ്ചക്കാരിയായിട്ടിരിക്കും, ആരാണ് കേമൻ നോക്കും. ഇങ്ങനെ നോക്കി വെച്ചിട്ട് അവനെ പോയി വധുവിനെ സ്വീകരിക്കാം, വധു പോയി സ്വീകരിക്കുക, വധുവാണ് തീരുമാനിക്കുക. അത് നല്ല സ്ത്രീപക്ഷ ആശയമാണ്. അപ്പോൾ ഇതേ കൺസെപ്റ്റ് ഇവർ കൊണ്ടുവന്നു. സ്ത്രീകളായ പെൺകുട്ടികളെ ഇങ്ങനെ ചെറുപ്പക്കാരികളെ ഇങ്ങനെ റാലി ചെയ്യിക്കും, പരേഡ് നടത്തിക്കും. അപ്പോൾ ഓരോരുത്തർക്കും പുരുഷന്മാരെ മുഴുവനും നോക്കാം. അപ്പോൾ ശാരീരികമായിട്ടും ആരോഗ്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒക്കെ നോക്കാം. അങ്ങനെ നോക്കിയിട്ട് ഒരാളെ ഇപ്പം ഇങ്ങനെ 2 കൈയിലും ചങ്ങലിട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ കൈ കൂപ്പുന്നത് പോലെയാണ് പെൺകുട്ടികൾ ചൂണ്ടിക്കാണിക്കുക, അവനാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ ആ 2 പേരെ അവിടുന്ന് മാറ്റി നിർത്തും. അങ്ങനെ കണ്ടെത്തുന്ന ഇണകൾ, പേഴ്സ്, ഈ ഇണകളെ മുഴുവനും കണ്ടെത്തി മാറ്റി നിർത്തും. എന്നിട്ട് ഇവരെ പിന്നീട് അതിനാണ് ഈ പ്രേംനഗർ എന്നൊരു വില്ലേജ് ഉണ്ടാക്കി. പ്രേംനഗർ, ആ വില്ലേജിൽ ദീർഘമായ വലിയൊരു ഏരിയയിൽ മുഴുവനും കൊച്ചു ഹട്ടുകൾ ഉണ്ടാക്കിയിട്ട് ഓരോ ഹട്ട് ഇവർക്ക് കൊടുക്കും. ഭക്ഷണമൊക്കെ മിനിമം ജയിലിലെ ഫുഡൊക്കെ അവിടെ എത്തിച്ചു കൊടുക്കും. പക്ഷേ ഇവർ ജയിൽ പുള്ളികളായിട്ട് തന്നെ അവിടെ കഴിയും. അപ്പോൾ 2 പേര് ഒരുമിച്ച് കഴിയാണ്. അന്ന് വരെ ഒറ്റക്ക് സെല്ലിലിട്ട് പീഡനം അനുഭവിച്ചിരുന്ന ഇവരെ 2 പേർ ഒരുമിച്ച് ജീവിതം അങ്ങനെ പങ്കിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അവർക്ക് ഒന്ന് ഓർക്കേണ്ട കാര്യമുണ്ട്, അവരേത് ദേശക്കാരാണെന്ന് അറിയില്ല, അവർക്ക് ജാതി അറിയില്ല, മതം അറിയില്ല, ഭാഷ അറിയില്ല. പക്ഷേ അടുപ്പമുണ്ടായാൽ മനസ്സുകൾ സംസാരിച്ചു തുടങ്ങും. അപ്പോൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവും. ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ടാവും ബ്രിട്ടീഷ് ജയിലധികാരികൾ. അപ്പോൾ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമായി എന്ന് തോന്നിയാൽ, സംഘർഷങ്ങളില്ല, ജീവിതം സാധ്യമാണെന്ന് തോന്നിയാൽ അവരെ അവിടെ നിന്ന് പിക്ക് ചെയ്യും, അവർക്ക് അനുമതി കൊടുക്കും. അവരെ ഇനി ഷാദിപ്പൂരിലേക്ക് മാറ്റാം, കല്യാണം കഴിച്ചവർ, അവരുടെ വിവാഹിതരുടെ നഗരമാണ്. ഇതുപോലൊരു വില്ലേജാണ്. അവിടെ ഹട്ട് കൊടുക്കുന്നു മാത്രമല്ല, അവിടെ 4 ഏക്കർ ഭൂമി കൊടുക്കും ഒരു കുടുംബത്തിന്. ഷാദിപ്പൂർ എന്ന് പറയുന്ന വലിയ നാടാണ്, കൃഷി ചെയ്ത് ജീവിച്ചോളണം. ഇനി അവരെ വിട്ടു. അവർക്ക് ഒറ്റ കണ്ടീഷനുള്ളൂ ബ്രിട്ടീഷുകാർക്ക്, അവർ ഭരിക്കുന്ന ഏതെങ്കിലും നാടുകളിലേക്ക് ഇവർ തിരിച്ചു പോകാൻ പാടില്ല, അവിടെ പോയി കലാപം ഉണ്ടാക്കരുത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറൊരു കോൺസ്പിറസിയും കൂടെ നമ്മൾ, അല്ലെങ്കിൽ ഒരു അജണ്ട കൂടെ, ദുരുദ്ദേശം. അതായത് ഒരു വിപ്ലവകാരി എപ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടകാരിയായിരിക്കും എന്ന് വെച്ചാൽ അവിവാഹിതനായിരിക്കുമ്പോഴാണ്, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ. കാരണം സംരക്ഷിക്കാൻ ഒരു കുടുംബമില്ല, ഭാര്യയില്ല, മക്കളില്ല, അല്ലെങ്കിൽ ഭർത്താവില്ല. അവരുടെ മനസ്സിലേക്ക് ഫോഴ്സ്ഫുള്ളായിട്ട്, അതായത് ഒരു വിപ്ലവകാരി ജയിലിൽ കിടക്കുമ്പോൾ അറിയാലോ, നമുക്ക് ഈ ജയിലിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണ് ഹിറ്റ്ലറും ഗാന്ധിയും നെഹ്റുവും എല്ലാം കൂടുതൽ മാരകമായ ആക്രമണം. അപ്പം ജയിലിൽ കിടക്കുമ്പോൾ ഇവർ എന്തെങ്കിലും ജയിലിൽ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു മുൻകരുതലായിട്ട് എടുത്തിട്ട് ഇവരെ പ്രണയത്തിലോട്ട് ബോധപൂർവ്വം തിരിച്ചു വിട്ടതല്ലേ? അതും ആവാം, സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആവാം. അത് മാത്രമല്ല, അത് ഒരു വിപ്ലവകാരിയെ ഡൈല്യൂട്ട് ചെയ്യാനും നിർവീര്യനാക്കാനും ഉള്ള ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാവാം. സാമ്രാജ്യത്വത്തിന്റെ തന്ത്രങ്ങളെ കുറിച്ച് ഒട്ടും കുറച്ച് കറക്റ്റാണത്, അതുണ്ടാവാം. എങ്കിലും സംഭവിച്ചത് ഇങ്ങനെയാണ്. അവർ ഷാദിപ്പൂരിലേക്ക് പോകുന്നു, അവിടെ 4 ഏക്കർ ഭൂമി ഓരോ കുടുംബത്തിനും കിട്ടുന്നു, അവരവിടെ ജീവിച്ച് കഴിയുന്നു. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അവിടെ തന്നെ കഴിഞ്ഞോളണം. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് വരെ എന്നാ നോക്കണം, 1857 ശിപായി ലഹള അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരം തൊട്ടുള്ള ഇന്ത്യക്കാരവിടെയുണ്ട്. ഇപ്പോൾ 7ാമത്തെ തലമുറയിൽ എത്തിയിരിക്കുന്നു. ഈ 7ാമത്തെ തലമുറയിൽ എത്തിയിരിക്കുമ്പോഴാണ് അവരെക്കുറിച്ച്, ആ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച്, ആ കമ്മ്യൂണിനെ കുറിച്ച് ഒരു റിസർച്ച് നടത്തിയിട്ട് ഈ ഡോക്ടർ പ്രമോദ് കുമാർ സിർസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധം വരുന്നു, അത് പുസ്തകമായി തീരുന്നു. ആ പുസ്തകം ആയി കഴിഞ്ഞിട്ട് ഈ തലമുറയിൽ ആരൊക്കെ അവശേഷിക്കുന്നുണ്ടെന്ന് കാണാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം അവിടെ പോകുന്നു. അവിടെ 7ാം തലമുറയിൽപ്പെട്ട ചില ഒഡീഷക്കാരായ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെ കണ്ടുമുട്ടുന്നു. അതാണ് വാർത്ത. ഈ വാർത്തയിൽ നമ്മൾ കൗതുകത്തോടെ കാണേണ്ടത് ഈ സാമ്രാജ്യത്വത്തിൻ്റെ വേറൊരു മുഖമാണ്. അവർക്ക് എന്തൊക്കെ അജണ്ട ഉണ്ടായാലും വേണമെങ്കിൽ ഇവരെയൊക്കെ അവിടെ വെച്ച് കാച്ചിക്കളയാലോ, അത് ചെയ്തില്ലല്ലോ. 2, അവർക്ക് ജീവിക്കാൻ അവസരം കൊടുത്തു. 3, അവരുടെ ഉള്ളിലെ വിപ്ലവ വീര്യത്തെ തകർത്തിട്ടുണ്ടാവണം. അവർക്ക് ജീവിതത്തോട് ആഭിമുഖ്യം ഉണ്ടാക്കി, അവരുടെ ഉള്ളിലെ പ്രണയം മുളപ്പിച്ചു. അവരിത് തലമുറകളായി, ഇപ്പോൾ ആ തലമുറ വളർന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അവർക്ക് ജീവിക്കണം തോന്നി, അവർക്ക് മക്കളുണ്ടായി, അവർ അധ്വാനിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ കലാപകാരികളുടെ ഒരു വംശത്തെ തകർത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അവരെ മനുഷ്യരാക്കുകയും അവരെ പതുക്കെ ജീവിതത്തോട് ആഭിമുഖ്യം ഉണ്ടാക്കുകയും ജീവിപ്പിക്കുകയും ചെയ്തു. ആ അർത്ഥത്തിൽ
ഇതിലിപ്പോൾ വാർത്താ പ്രാധാന്യം ഇതാണ്. കാലാപാനിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല, അന്തമാനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയൊരു ജീവിതത്തിൻ്റെ അധ്യായം ലോകത്തിന് മുമ്പിലേക്ക് വരുന്നു. ഇന്നത്തെ മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കുന്നു. തീർച്ചയായിട്ടും അത് ഈ കലാപത്തിൻ്റെ വാർത്തകൾക്കിടയിൽ, ഈ അവിഹിത ബന്ധങ്ങളുടെയൊക്കെ കഥകൾക്കിടയിൽ വ്യത്യസ്തമായൊരു വാർത്ത അല്ലേ, നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്നത്, ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് നടുക്കമുണ്ടാക്കുന്ന വാർത്തകൾക്കിടയിൽ കുളിര് ചൊരിയുന്ന ഒരു വാർത്ത പോലെ ഇത് വന്നു വീണിരിക്കുന്നു. അതുകൂടി മലയാളി കാണട്ടെ, അറിയട്ടെ. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ദ ഹിസ്റ്ററി ഓഫ് അന്തമാൻ, ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്തയുണ്ട്. ആ പുസ്തകം വായിച്ചു നോക്കാവുന്നതാണ് എന്ന് നമ്മൾ പ്രേക്ഷകരോട് പറയുന്നു. പ്രേക്ഷകർ ആ വാർത്ത ഏറ്റെടുക്കട്ടെ, അതിൻ്റെ കൗതുകം അവർ ഏറ്റുവാങ്ങട്ടെ. ഈ ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ വായിച്ചാൽ മതിയാവും. അതല്ല, ഈ പുസ്തകത്തിൻ്റെ പേരറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓഥറിൻ്റെ പേര് പ്രണോബ് സർക്കാർ എന്നാണ്. പുസ്തകത്തിൻ്റെ പേര് ദ ഹിസ്റ്ററി ഓഫ് ആൻഡമാൻ ഐലൻഡ്സ് എന്നാണ്. ഇത് ഓൺലൈനായിട്ടും അല്ലാതെ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളിൽ നിന്നും ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാം.